സ്റ്റാലിൻ ദേവൻ ഈ സ്റ്റുഡിയോയിലേക്ക് കയറുന്നതിന് മുമ്പ് താങ്കൾ എന്നോട് പറയുകയുണ്ടായി പ്രശാന്തനെ പ്രതിയാക്കാത്തതെന്ത്, പ്രശാന്തനെ മാത്രം പ്രതിയാക്കിയാൽ പോരാ, പ്രതിസ്ഥാനത്ത് വരേണ്ടവ മറ്റ് ചിലർ കൂടിയുണ്ട് എന്നുള്ളത്. ഒന്നാമത് നേരത്തെ ശ്രീ പാണ്ഡ്യാല ഷാജി പറഞ്ഞു, കലക്ടർ ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുകയാണ്, കലക്ടറെ മാറ്റും എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ ഇപ്പോഴും ആ സ്ഥാനത്ത് അദ്ദേഹം തുടരുകയാണ്, വളരെ ശക്തനായിട്ട് തുടരുകയാണ്. നേരത്തെ നവീൻ ബാബുവിന് എതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് ജോയിൻറ്റ് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എന്തിനായിരിക്കും പി ദിവ്യയുടെ ഭാഗത്ത് നിന്ന് ഇദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട്, പരസ്യമായി അധിക്ഷേപിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടായത്? അവിടെയാണ് ഈ പി ദിവ്യയും പ്രശാന്തിനും തമ്മിൽ ഗൂഢാലോചന നടത്തി എന്ന് തെളിയുന്നത്. അത് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ ആ ഗൂഢാലോചനയിലേക്ക് ഇതുവരെയായും നിലവിലുള്ള അന്വേഷണം കടന്നു ചെന്നിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും അത്? അതായത് ഇത് ടോപ്പ് ലെവൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണ് അത്തരത്തിലൊരു അന്വേഷണം നടക്കാത്തത്. കാരണം ഇപ്പോൾ സുപ്രീം കോടതി തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ക്രിമിനൽ കേസുകളിൽ ടോപ്പ് ലെവൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഭാഗവാക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ പ്രതിയാകാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അത്തരം കേസുകളുടെ അന്വേഷണം സ്വാഭാവികമായിട്ടും അതിൽ ഇൻ്റർഫിയറൻസ് നടക്കും. അതുകൊണ്ട് CBIക്ക് വിടാം എന്നുള്ളത്. ഇവിടെ കളക്ടർ പ്രതിയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം ഇതൊരു ആത്മഹത്യാ പ്രേരണ കുറ്റം ആണെങ്കിൽ പോലും നമ്മളൊരു കാര്യം ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല ആത്മഹത്യ നടക്കുന്നത്. നമ്മൾ ചെയ്യാൻ ഡ്യൂട്ടി ബൗണ്ടായിട്ടുള്ള ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതിലൂടെ ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ അതും ഒരു കുറ്റമാണ്. അതിന് പറയുന്നത് ഇല്ലീഗൽ ഒമിഷൻ എന്നാണ്. അപ്പോൾ നമ്മുടെ ഈ ഇപ്പോൾ വന്ന റിപ്പോർട്ടിൽ പറയുന്നതിനേക്കാളും ഉപരിയായിട്ടുള്ള പല കാര്യങ്ങളും ഒക്ടോബർ മാസം 29-ാം തീയതി പി ദിവ്യയുടെ മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ടുള്ള വിധിന്യായത്തിൽ തലശ്ശേരി സെഷൻസ് കോടതി പല കാര്യങ്ങളും അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു. ഈ ഇപ്പോഴുള്ള റിപ്പോർട്ടിനും ഉപരിയായിട്ട് അത് നമ്മളാരും വായിക്കാത്തത് കൊണ്ടാണ് ഈ റിപ്പോർട്ടിന് ഒരു വലിയ അത്ഭുതം ഉണ്ട് എന്ന് തോന്നുന്നത്. അതായത് ആ ജഡ്ജ്മെൻറ്റിൻ്റെ 24-ാമത്തെ ഖണ്ഡികയിൽ കോടതി ഈ കളക്ടറുടെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്ന് രാവിലെ അവർ തമ്മിൽ കാണുന്നു. അപ്പോൾ പി ദിവ്യ അവരുടെ ഈ ആപ്ലിക്കേഷനിൽ തന്നെ, ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിലുള്ള ആപ്ലിക്കേഷനിൽ തന്നെ പറയുന്നു, എനിക്ക് 9-ാം തീയതി വൈകുന്നേരം 4:30 മണിക്ക് ഇൻഫർമേഷൻ കിട്ടി, ഇങ്ങനെ NOC കിട്ടി, കൈക്കൂലിയും കൊടുത്തു. 10-ാം തീയതി ഞാൻ വീണ്ടും അറിയുന്നു പ്രശാന്തൻ ചീഫ് മിനിസ്റ്റർക്ക് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തതായിട്ട്. അത് ശരിയാണെങ്കിൽ കളക്ടർ പറയുന്നു 14-ാം തീയതി രാവിലെ എന്നെ കണ്ടപ്പോൾ ആ ഫയൽ ഇപ്പോഴും കളക്ടറേറ്റിൽ പെൻഡിങ് ആണ് എന്നാണ് പറയുന്നത്. കളക്ടറുടെ മൊഴിയാണ്. അപ്പോൾ കളക്ടർ പറയും, സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു പരാതി വന്നാൽ അപ്പോൾ കളക്ടർ പറയും ആ ഫയൽ നമ്പർ തരൂ, ഞാൻ ഇപ്പോൾ തന്നെ വിളിച്ച് അതിൻ്റെ പൊസിഷൻ അറിയാം. വേറെസ് ഇത് ഡിസ്പോസൽ കഴിഞ്ഞ ഒരു ഫയൽ അപ്പോഴും പെൻഡിങ് ആണെന്നാണ് പി ദിവ്യ 14-ാം തീയതി രാവിലെ പറയുന്നത്. അപ്പോൾ കളക്ടർ പറയുന്നു, നിങ്ങൾക്ക് റിട്ടേൺ കംപ്ലയിൻറ്റ് വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അന്വേഷണം നടത്താൻ, അല്ലെങ്കിൽ പറ്റൂല എന്ന് പറയും. അതിനുശേഷം കളക്ടർ പറയുന്നത് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി ഈ പി ദിവ്യ അദ്ദേഹത്തെ വീണ്ടും വിളിച്ചു എന്നാണ്. അപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി, ഇന്ന് രാവിലെ സംസാരിച്ച കാര്യത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ നിങ്ങൾ വരുന്നതെങ്കിൽ പ്ലീസ് ഡോണ്ട് കം, അതായത് ഇത് അതിന് അനുയോജ്യമായ സമയം അല്ല. കൂടാതെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നവീൻ ബാബുവിന് അത് അപകീർത്തികരം ആയിരിക്കും എന്ന് കളക്ടർ ഈ പി ദിവ്യയോട് പറയുന്നു. അപ്പോൾ കളക്ടർക്ക് 100% അറിയായിരുന്നു ഇവർ വന്നു കഴിഞ്ഞാൽ ഇതുപോലൊരു സംഭവം നടക്കും എന്ന്. തന്നെയാണ് വരുന്നതെന്ന് കളക്ടർക്ക് അറിയാമായിരുന്നു. അത് അദ്ദേഹം കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ആ ജഡ്ജ്മെൻറ്റിൽ റീപ്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഹി വാസ് നോയിങ്, പുള്ളിക്ക് അറിയാമായിരുന്നു ഇവർ വന്നാൽ ഈ പ്രശ്നം നടക്കും. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യണം? യു ഷുഡ് നോട്ട് കം എന്ന് തന്നെ പറയണമായിരുന്നു. പക്ഷേ അത് അദ്ദേഹം അങ്ങനെ പറയുന്നില്ല. വരല്ലേ കാല് പിടിച്ചു പറഞ്ഞു എന്ന് പറയുന്നു, പക്ഷേ വരും എന്ന് ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പോൾ പുള്ളിയും ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് ഒരു ഗൂഢാലോചന നടന്നിരുന്നു. പുള്ളിക്ക് അറിയാമായിരുന്നു പി ദിവ്യ വരും, പി ദിവ്യ വന്നാൽ ഇതൊക്കെ സംഭവിക്കും എന്ന് അറിയാമെന്നിരിക്കെ പുള്ളി അത് സ്റ്റോപ്പ് ചെയ്തില്ല. ദാറ്റ് ഈസ് ആൻ ഇല്ലീഗൽ ഒമിഷൻ. അതുകൊണ്ട് തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണെങ്കിൽ പോലും ഹി ഈസ് ആൻ അക്യൂസ്ഡ് പേഴ്സൺ. പുള്ളിയെ പ്രതിയാക്കേണ്ട അത്യാവശ്യമുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് പി ദിവ്യയുടെ ഈ പെറ്റീഷനൊക്കെ എടുത്തു. അതിലിങ്ങനെ ഒരു ഗ്രൗണ്ട് റേസ് ചെയ്തിട്ടില്ല.
ഇദ്ദേഹം ഒരു ടോപ്പ് ലെവൽ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ഇദ്ദേഹം പ്രതിയാക്കപ്പെടേണ്ടവനാണെന്ന് ഒരിടത്തും പറയുന്നില്ല. പക്ഷെ ഒരിടത്ത് വിറ്റ്നസ് ആണെന്ന് ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹീ ഈസ് നോട്ട് എ വിറ്റ്നസ് അക്കോർഡിംഗ് ടു മീ, ഹീ ഈസ് എൻ അക്യൂസ്ഡ് പേഴ്സൺ. അപ്പോൾ എന്ത് സംഭവിച്ചു? IAS ലോബി രംഗത്തെത്തി. അവർ വന്നിട്ട് IAS അസോസിയേഷൻ ചീഫ് സെക്രട്ടറിക്ക് ഒരു നിവേദനം കൊടുക്കുന്നു. കണ്ണൂർ ജില്ലാ കളക്ടറെ താൻ ചെയ്യാത്ത ഒരു കുറ്റത്തിന് ക്രൂശിക്കുന്നു. അദ്ദേഹം ഇങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഈ മോറൽ ഡൗൺ ആക്കുന്ന പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല. പിന്നെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ചിലപ്പോഴൊക്കെ ഉദ്യോഗസ്ഥർക്ക് മൗനം പാലിക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ അർത്ഥം എന്താണ്? ഇദ്ദേഹം മൗനം പാലിക്കാൻ പാടില്ലായിരുന്നു എന്നല്ലേ. അതിനുപരി ഏറ്റവും അവസാനം വീണ്ടും പറയുന്നു, ഒരു കളക്ടർക്ക് അദ്ദേഹത്തിനേക്കാൾ പ്രോട്ടോക്കോൾ, പിന്നെ അദ്ദേഹത്തിൽ നിന്നും പ്രോട്ടോക്കോളിൽ മുമ്പ് ഉയർന്ന ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പരിമിതികളുണ്ട്. അവിടെയും കാണിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യേണ്ടിയിരുന്നു എന്നാണ്. മോർ ഓവർ ഇത് കാണിക്കുന്നത് കേരളത്തിലെ ടോപ്പ് ലെവൽ ഓഫീസേഴ്സിൻ്റെ സംഘടനയായ ഈ IAS അസോസിയേഷൻ ഈ കേസിൽ ഇൻ്റർഫിയർ ചെയ്യുന്നു എന്നാണ്. ഈ കാര്യമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പിൽ വാദത്തിൽ ആദ്യം കാണിക്കേണ്ടത്. കാരണം പിന്നെ കൂടാതെ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് വന്നിട്ട് സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ PP ദിവ്യയും വന്നിട്ട് കളക്ടർക്കാലം മുകളിലുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ആ ഇൻസിഡൻറ്റ് സമയം. അതിനുപരി അവർ കൊടുത്ത അവരുടെ ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിലിനുള്ള അപേക്ഷയിൽ തൻ്റെ പൊളിറ്റിക്കൽ ശക്തി എന്താണെന്ന് അവർ അങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്. ഹു ആം ഐ, വാട്ട് ഈസ് മൈ കപ്പാസിറ്റി, എനിക്കുള്ള ബാക്കിംഗ് എന്താണ് എന്നൊക്കെ അവർ തന്നെ സ്വയം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ കണ്ണടച്ചുകൊണ്ടാണ് ഈ സിംഗിൾ ബെഞ്ച് വന്നിട്ട്, അന്ന് എനിക്ക് ഈ മഞ്ജുഷയുടെ പെറ്റീഷൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ജഡ്ജ്മെൻറ്റ് മാത്രം വായിച്ചപ്പോൾ ഇദ്ദേഹം ഈ ജഡ്ജ്മെൻറ്റ് തുടങ്ങുന്നത് തന്നെ ഈ കേസ് എങ്ങനെ തള്ളാം എന്നുള്ള കുറേ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് പറയുന്നു. അതിനുശേഷം 8 ഈ മഞ്ജുഷയുടെ 8 ഗ്രൗണ്ട് മാത്രം എടുത്തു വച്ചിട്ടാണ്, അതായത് ആ ഗ്രൗണ്ടിനൊക്കെ മറുപടി കേസ് ഡയറിയിലുണ്ട്. കേസ് ഡയറിയിൽ നിന്ന് മറുപടി എടുത്ത് കൊടുത്താൽ മാത്രം ഈ ഗ്രൗണ്ടിനെയൊക്കെ നമുക്ക് ഇല്ലാതാക്കാം. അപ്പോൾ അതിനുശേഷമാണ് ഡിവിഷൻ ബെഞ്ചിൽ വീണ്ടും വാദം നടന്നപ്പോൾ അവിടെ നാടകീയ സംഭവങ്ങളൊക്കെ നടന്നപ്പോൾ ഞാൻ വിചാരിച്ചത് വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പോൾ അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഹൈക്കോടതിയിൽ നിന്ന് മഞ്ജുഷയുടെ 81 പേജുള്ള ആ പെറ്റീഷൻ വരുത്തി വായിച്ചു നോക്കിയപ്പോഴാണ് ഈ മഞ്ജുഷയുടെ പെറ്റീഷനിൽ 23 സ്ട്രോങ് ഗ്രൗണ്ട് ഉണ്ടായിരുന്നിട്ടും ഈ സിംഗിൾ ബെഞ്ച് അതിൽ 8 മാത്രം എടുത്തിട്ട് ബാക്കി 15 അതായിരുന്നു മോർ ഇമ്പോർട്ടൻറ്റ് ഗ്രൗണ്ട്സ് അതിനങ്ങ് മാറ്റി വെച്ചിട്ടാണ് സിംഗിൾ ബെഞ്ച് വിധി പറഞ്ഞത്. അതിനുശേഷം ഡിവിഷൻ ബെഞ്ച് വന്നു. ഡിവിഷൻ ബെഞ്ച് എന്താ സംഭവിച്ചത്? അതിൻ്റെ 12ാമത്തെ ഖണ്ഡികയിൽ പറയുന്നു, ദിസ് ഈസ് നോട്ട് എ കേസ് വെയർ ദ അക്വിസിഷൻ ഈസ് എഗെയിൻ എ ടോപ്പ് ഒഫീഷ്യൽസ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. അതായത് അക്വിസിഷൻ ടോപ്പ് ഗവൺമെൻറ് സർവൻസിന് എതിരെ ആയിരുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് CBI അന്വേഷണം തരുമായിരുന്നു എന്നാണ് അർത്ഥം. PP ദിവ്യ വാസ് എ ടോപ്പ് ഗവൺമെൻറ് സർവൻറ്റ് ആൻഡ് ദ കളക്ടർ ഈസ് ആൾസോ എ ടോപ്പ് ഗവൺമെൻറ് സർവൻറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡിവിഷൻ ബെഞ്ച് CBI അന്വേഷണം അനുവദിക്കേണ്ടിയിരുന്നില്ലേ? തീർച്ചയായിട്ടും അനുവദിക്കേണ്ടിയിരുന്നു. ഇനി മറ്റൊരു സമാനമായ കേസുണ്ട്, ഏകദേശം മഞ്ജുഷയുടെ കേസ് പോലെ തന്നെയാണ്. അതായത് പിന്നെ നമ്മുടെ സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ച് പരിശോധിച്ച ഒരു കേസാണ്. അത് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ വേഴ്സസ് കമ്മിറ്റി ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ഡെമോക്രാറ്റിക് റൈറ്റ്. അത് സിംഗിൾ ബെഞ്ച് കോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ആവശ്യമുള്ള, കോടതിക്ക് ആവശ്യമുള്ള മാത്രമേ കോട്ട് ചെയ്യുള്ളൂ. അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കോടതി കണ്ടെത്തിയത് ഈ ഒരു സ്റ്റേറ്റിൻ്റെ ഈ അന്വേഷണം, പോലീസ് അന്വേഷണം വളരെ കൃത്യവും സത്യസന്ധവും ആണെങ്കിൽ പോലും ഈ ഭരണകക്ഷിയുടെ അംഗങ്ങളാണ് ഇതിലെ പ്രതികൾ എങ്കിൽ ജനങ്ങളിൽ കോൺഫിഡൻസ് ഉണ്ടാക്കണമല്ലോ. ഇത് അവർ നല്ല രീതിക്ക് അന്വേഷിച്ചാലും ജനം പറയും ശരിയായി അന്വേഷിക്കുന്നില്ല എന്ന്. അതുകൊണ്ട് അത്തരം അന്വേഷണം CBIക്ക് വിടണമെന്ന് നമ്മളെ KG ബാലകൃഷ്ണൻ സാറും നമ്മളെ പഴയ ഗവർണറൊക്കെ 5 അംഗ ബെഞ്ചിലുണ്ടായിരുന്നു. അവരെല്ലാം കൂടെ പറഞ്ഞതാണ്, ഒരു സർക്കാർ പിന്നെ ഭരണകക്ഷിയുടെ മെമ്പേഴ്സ് ആരെങ്കിലും ആണ് ഈ അക്യൂസ്ഡ് എന്നുണ്ടെങ്കിൽ ജനങ്ങളിൽ വിശ്വാസം വളർത്താൻ വേണ്ടി അത്തരം കേസുകൾ CBIക്ക് വിടണമെന്ന്. അതുകൊണ്ട് ആ കേസും ദയവേത് സുപ്രീം കോടതിയുടെ മുമ്പ് എടുത്ത് കാണിക്കേണ്ടതാണ്. ആ കേസിന് അനുസൃതമായ ഗ്രൗണ്ട്സാണ് ഈ നവീൻ ബാബു കേസിൽ ഉള്ളത്. അതുകൊണ്ട് എന്നിട്ട് പിന്നെ ഡിവിഷൻ ബെഞ്ച് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഞ്ജുഷയ്ക്ക് അപ്രിഹെൻഷൻ ഉണ്ടെന്നും പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല, ഈ അന്വേഷണം നേരെ നടക്കില്ല എന്നൊരു ഭയമുള്ളത് കൊണ്ട് മാത്രം കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇറ്റ് ഷുഡ് ബി റീസണബിൾ അപ്രിഹെൻഷൻ എന്നാണ്
ബഹുമാനപ്പെട്ട കോടതി പറയുന്നത്. നമുക്കറിയാം കേരളത്തിലെ 90% ജനങ്ങളും റീസണബിൾ അപ്രഹെൻഷൻ ആണെങ്കിൽ അല്ലേ അനുകൂലമായിട്ടുള്ള വിധിയല്ലേ ഉണ്ടാവേണ്ടത്? അല്ല സാർ, ലെറ്റ് മീ കംപ്ലീറ്റ്. ഐ ഹാവ് ഗോട്ട് എ ഹംബിൾ ക്വസ്റ്റ്യൻ ടു ദ ഡിവിഷൻ ബെഞ്ച്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ 90% ജനങ്ങളും കരുതുന്നത് ഈ മഞ്ജുഷയ്ക്ക് ഇപ്പം നീതി ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഇത് ഹൈക്കോടതി പറയുന്നത് ഈ റീസണബിൾ അപ്രിഹെൻഷൻ എന്ന് പറയുന്നത് ഈ കോമൺ സെൻസ് ഉള്ള യുക്തിപരമായി ചിന്തിക്കുന്ന ആൾക്കാർക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലെ 90% ജനങ്ങൾക്കും യുക്തിയില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് എന്നാണ് എനിക്ക് പറയാൻ ഉള്ളത്. കാരണം മഞ്ജുഷയുടെ ഈ അപ്രിഹെൻഷൻ ദാറ്റ് ഈസ് നോട്ട് എ റീസണബിൾ അപ്രിഹെൻഷൻ എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും പറഞ്ഞിരിക്കുന്നത്. ഡിവിഷൻ ബെഞ്ചും വന്നിട്ട് 5 കാരണങ്ങളാണ്, ഇത് കൊലപാതകമാണോ അല്ലേ എന്നുള്ള കുറച്ച് സംശയങ്ങൾ വെച്ചിട്ട് അങ്ങ് ഡിസ്പോസ് ചെയ്തിരിക്കുന്നത്. സോ ഇഫ് ദ മാറ്റർ ഈസ് കൺസിഡേർഡ് judiciously and on merit, Manjusha will get a CBI inquiry from the Supreme Court എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഈ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇതിലെ ടോപ്പ് ലെവൽ സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഈ കേസിൽ ബന്ധപ്പെട്ടിട്ടുള്ളത്, പ്രതികളാക്കപ്പെട്ടിട്ടുള്ളത്. ഒരു ഗൂഢാലോചന നടന്നിരിക്കുന്നു, അതുകൊണ്ട് തന്നെ തനിക്ക് നീതിയുക്തമായ ഒരു അന്വേഷണം കിട്ടുന്നില്ല എന്നും പറഞ്ഞിട്ട് ഈ സുപ്രീം കോടതിയിൽ വാദിക്കണം. അത് ഈ CBI അന്വേഷണം വരാനുള്ള ഏറ്റവും നല്ലൊരു ഗ്രൗണ്ടാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.